ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ റെസിപ്പി എന്താണെന്നോ, മിൽക്ക് ബർഫിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ദീപാവലിക്ക് വേണ്ടി നിങ്ങളെല്ലാം റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും എൻ്റെ ഈ 3 റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഇതോടൊപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ദീപാവലിക്ക് നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റുന്ന ഫുഡ് കളർ വെച്ച് റെഡിയാക്കുന്ന ഒരു സ്പെഷ്യൽ ലാമ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി അത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ബർഫി സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കലാണ്. ഇത് നമുക്ക് അങ്ങോട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഇത് ആദ്യമേ സെറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, നമ്മളൊരു സ്ക്വയർ പാത്രം എടുക്കുക, അതിൽ ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും നന്നായിട്ട് ഗീ തടവി വെക്കുക. ഇനി നമുക്ക് ബർഫിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ആദ്യം വേണ്ടത് 2.5 കപ്പ് പാൽപ്പൊടിയാണ്. ഞാൻ ഈ മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ബൗളിലേക്ക് ഇടുവാണ്. ഇനി അടുത്ത് വേണ്ടത് 3/4 കപ്പ് പഞ്ചസാര. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഇതിനെ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പാല് വേണം. ആ പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ട കെട്ടാതെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിയുള്ള പാൻ അടുപ്പത്ത് വയ്ക്കുവാണ്. പാൻ ഒന്ന് ചൂടാകുമ്പം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. കാര്യം ഇനി നമുക്ക് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പാൽപ്പൊടിയുടെ മിക്സ് അത് ഇതിലേക്ക് ഒഴിക്കുവാണ്. അപ്പം തീ കൂടിയാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അങ്ങനെ ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് ഈ ബർഫിയുടെ ബാറ്ററിനെ നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുക. കൂട്ടിയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കാനെന്ന് പറഞ്ഞാൽ സമയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി വരും. അതുകൊണ്ട് നമുക്ക് തീ ഒരുപാട് കൂട്ടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം, കൈ വിടാതെ തന്നെ ഇളക്കണം. കാര്യം ഇത് നമ്മുടെ ഈ ബാറ്റർ നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധ പോയാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അങ്ങനെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് അതിങ്ങനെ വിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇത് ചെറുതായിട്ടെങ്കിലും ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് കഴിക്കാൻ നേരത്ത് നമുക്കത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കണമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ കറക്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ നെയ്യ് വെച്ച് തടവി വെച്ചിരിക്കുന്നില്ലേ പാത്രം, അതിലേക്ക് ഇതിനെ അപ്പം തന്നെ മാറ്റുക. മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റാക്കി വെക്കുക. കറക്റ്റായിട്ട് അതിനെ ലെവൽ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാമിന്റെ കഷ്ണങ്ങളും അതുപോലെ കുറച്ച് പിസ്തയുടെ കഷ്ണങ്ങളും അതും കൂടെ ഇതിന് മുകളിലേക്കായിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞ് വേണം ഇതിനെ കട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നോർമൽ ടെമ്പറേച്ചറിൽ അത് സെറ്റ് ആവും. അപ്പൊ നമുക്ക് 1 മണിക്കൂറുണ്ട്. ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദീപാവലി വിളക്ക്, അത് നമുക്ക് റെഡിയാക്കാം. ഇത് നമ്മൾ ഫുഡ് കളർ വെച്ച് ചെയ്യുന്നതാണ്. വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല മണവുമായിരിക്കും. അപ്പം നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണേന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് തിരിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബേസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കണ്ടെയ്നറോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസോ എന്തിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പാഴ്സൽ കണ്ടെയ്നറിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് തിരിയിടാൻ പാകത്തിന് ഒരു ഹോള് ഉണ്ടാക്കലാണ്. നമ്മൾ അതിന് എന്തെങ്കിലും വെച്ചോ, ഒരു കത്തി വെച്ചോ അല്ലാതെ പപ്പടം കുത്തി വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നടുക്കൊരു ഹോൾ ഇടുക. ഇതുപോലെ നടുക്കൊരു ഹോൾ ഇട്ട് റെഡിയാക്കുക. ഇനി ഈ ഹോളിലേക്ക് നമ്മളൊരു തിരിയിടണം. വിളക്ക് തിരിയിടുക. വിളക്ക് തിരിയിട്ടിട്ട് ഇനി ഇതിന്റെ താഴ്ഭാഗത്ത്
നമുക്ക് ഒരുപാട് തിരിയുടെ നീളം കൂട്ടണ്ട, 1 ഇഞ്ച് വ്യത്യാസത്തിൽ ബാക്കിയുള്ളത് മുറിച്ചു മാറ്റുക. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മളൊരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഭാഗത്തോളം, ആ ഗ്ലാസ്സിൽ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഞാനിപ്പം റെഡ് കളറാണ് ഫുഡ് കളർ എടുത്തിരിക്കുന്നത്. റെഡോ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അത് കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ ഗ്ലിറ്റേഴ്സോ അല്ലെങ്കിൽ പെബിൾസോ അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ അതോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ആ ലാമ്പ് ഒന്ന് ഭംഗിയാക്കി എടുക്കണം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് നല്ല മണമുള്ള പെർഫ്യൂം കുറച്ച് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് കുക്കിംഗ് ഓയിലോ എന്ത് ഓയിലായാലും, കത്തിക്കുന്ന നമ്മൾ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ നല്ലെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു വശത്തുകൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ ഇത് കുറച്ച് കൂടുതൽ നേരം കത്തും. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ തിരി റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ ആ പ്ലാസ്റ്റിക് ബേസ്, അതെടുത്തിട്ട് ഈ തിരിയുടെ 2 വശവും എണ്ണ തേച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഈ തിരിയോടുകൂടി ഈ ബേസ് വയ്ക്കുക. വച്ചതിന് ശേഷം നമ്മളൊന്ന് കൊളുത്തി വെക്കുക. ഇത് എണ്ണ ഒഴിക്കുന്ന എത്രയോ അത്രയും നേരം നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കത്തി നിൽക്കും. ഞാനിതാ ഇവിടെ വേറൊരു ഗ്ലാസ്സിൽ വേറൊരു കളർ, ബ്ലൂ കളർ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൽ ഞാൻ കുറച്ച് ഗ്ലിറ്റർ, എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഗ്ലിറ്ററേ ഉള്ളൂ, അത് ഇതിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരിക്കൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ഇത് നിങ്ങൾക്ക് എത്ര കളർ വേണോ നിങ്ങൾക്ക് റെഡിയാക്കാം. അത് പോയിട്ട് ഇപ്പോൾ ഫുഡ് കളർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങളിൽ വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം. അതൊന്നുമില്ലെങ്കിൽ ഉജാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കലക്കി ഒഴിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് കളറാണോ ഉള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. എത്ര ഗ്ലാസ് വേണോ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നമ്മളെല്ലാം ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് 2-3 ഗ്ലാസ് സെറ്റ് ചെയ്ത് അതും കൂടെ കൊളുത്തി വെച്ച നല്ല മണവും നല്ല ഭംഗിയും, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ അത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു വിളക്ക് നമുക്ക് റെഡിയാക്കി വയ്ക്കാനും പറ്റും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാര്യം നല്ല ഭംഗിയുമാണ്, നല്ലൊരു കളറുമാണ്. ആ വിളക്കിനോട് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ നമ്മൾ നമ്മുടെ വിളക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ബർഫി എന്തായെന്ന് നോക്കാം. നമ്മുടെ ബർഫി കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ബർഫി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇതൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, പല്ലവി ഈറ്റ്സിന്റെ പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണോ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.